നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഓണം മിഡ് ടേം എക്സാമിനേഷനുള്ള ഒരു 2 ചാപ്റ്റർ 12th ഇയർ സ്റ്റുഡൻസിന് 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററും ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിവിഷൻ അല്ലെങ്കിൽ അതിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ പരീക്ഷയ്ക്ക് ഒരു ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ പാകത്തിന് ഏതൊക്കെ ഏരിയ ശ്രദ്ധിക്കാതെ വിട്ടുപോകാൻ സാധ്യതയുള്ള ചില പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറേ ചോദ്യങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു റിവിഷൻ ക്യാപ്സ്യൂൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഫോർ ദ ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് കിട്ടും, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി. ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ആ 9 കോമ്പിനേഷൻ സൊല്യൂഷൻസിൻ്റെ 9 കോമ്പിനേഷൻ പഠിക്കണം. സോളിഡ് ലിക്വിഡ് സോളിഡ് അങ്ങനെ പറയുന്ന 9 കോമ്പിനേഷൻസിൻ്റെ കേസ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കുക. കോൺസെൻട്രേഷൻ ടേംസ് നന്നായിട്ട് ഒന്ന് പഠിക്കണം. കോൺസെൻട്രേഷൻ ടേംസ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ആ ടേംസ് എല്ലാം നോക്കണം. അവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്, കോൺസെൻട്രേഷൻ ടേംസ്. പിന്നെ ഏതാ വരുന്നത്? സോലുബിലിറ്റിയെ കുറിച്ചാണ്. സോലുബിലിറ്റിയിൽ ഏറ്റവും സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഹെൻറീസ് ലോ ആണെന്ന് പറയാം. ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ സൊല്യൂഷൻസ് വരുന്ന ഹെൻറീസ് ലോ എല്ലാവരും ഭംഗിയായിട്ട് നോക്കണം. അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ അത് നോക്കണം കേട്ടോ. അത് ഒരു മെയിൻ ഏരിയ ആയിട്ട് നമുക്കവിടെ പറയാൻ സാധിക്കും. പിന്നെ ഐഡിയൽ സൊല്യൂഷൻസിലേക്ക്, ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ റൗൾസ് ലോ പറയേണ്ട കാര്യമില്ലല്ലോ. റൗൾസ് ലോ, അതിൻ്റെ ആ ഗ്രാഫ്, ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ കണ്ടീഷൻസ്, ഗ്രാഫ് വരയ്ക്കാൻ, ആ ഗ്രാഫുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. പിന്നെ അവിടുന്ന് തന്നെ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, അസിയോട്രോപ്പുകളെ കുറിച്ച് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്, അതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. റൈറ്റ്? ഈ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾസ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, ഗ്രാഫിന്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ ഈ ചാപ്റ്ററിലെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? 4 പ്രധാനപ്പെട്ട കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്ന: ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പ്രോബ്ലം വന്നേക്കാം. ന്യൂമറിക്കലി ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. റൈറ്റ്? പിന്നെ ഓസ്മോസിസ് പഠിക്കുന്ന പോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് ശ്രദ്ധിച്ചോളണം. റിവേഴ്സ് ഓസ്മോസിസ്, ഐസോട്ടോണിക് സൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നത് അല്ലെ, അതൊക്കെ ഒന്ന് നോക്കണം. ലാസ്റ്റ് വാൻ ഡോഫ് ഫാക്ടർ, അവിടുന്ന് ഒരു ചോദ്യം വരാവുന്നതാണ്. വാൻ ഡോഫ് ഫാക്ടറുമായി ബന്ധപ്പെട്ട അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അബ്നോർമൽ മോളിക്കുലാർ മാസ് വരുന്ന ആ ഭാഗം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും ഒരു കവറേജ് നല്ല രീതിയിൽ ഒന്ന് ബ്രീഫായിട്ട് എഴുതി തിട്ടപ്പെടുത്തി ഒരു ഷീറ്റിലോ മറ്റോ എഴുതി തയ്യാറാക്കി അതൊന്ന് ആവർത്തിച്ച് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. അതേസമയം ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ നന്നായിട്ട് പഠിക്കുക. ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ, ഒപ്പം തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ നന്നായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടാവണം. നേൺസ്റ്റ് ഇക്വേഷനും ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷനും പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ അവിടെ നോക്കേണ്ടത് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്റ്റൻസ്, അതുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങളും അവിടെ നിന്ന് വരുന്ന പ്രോബ്ലംസും അത് നോക്കിയിട്ടുണ്ടാവണം. റൈറ്റ്? അതുപോലെ നേൺസ്റ്റ് ഇക്വേഷൻ പറയുന്ന സമയത്ത് ഫ്രീ എനർജി, EMF, അതിൻ്റെ റിലേഷൻ, EMF ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കാനുള്ള എന്താ പറയുക നേൺസ്റ്റ് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻസ്, ഒരുപക്ഷെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ഒരു ചോദ്യം ചിലപ്പോൾ വന്നുകൂടായികയില്ല, അതും നോക്കിയിട്ട് വേണം പോവാൻ. മോളാർ കണ്ടക്റ്റൻസുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ വരുന്ന ഗ്രാഫ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും വരുന്ന ആ ഒരു ഗ്രാഫ്. വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് ആ ഗ്രാഫിൽ ചെയ്യാൻ പറ്റില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കോളറാഷ്യസ് ലോ പഠിക്കുന്നത്. കോളറാഷ്യസ് ലോയുടെ ആ ഒരു ഭാഗം അത് നോക്കിയിട്ടുണ്ടാവണം. റൈറ്റ്? അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്ന ഒരു ന്യൂമറിക്കൽ ഒരു പക്ഷേ സാധാരണ കാണുന്നൊരു ചോദ്യമാണ്. അതും
ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. റൈറ്റ്. പിന്നെ ഏതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. അവിടുന്ന് ഒരുപക്ഷെ ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ ഇക്വലൻസുമായി ബന്ധപ്പെട്ട അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം, ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും, അവിടുന്ന് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. റൈറ്റ്. പിന്നെ വരുന്നൊരു ഭാഗം നമുക്ക് ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് ആ ചാപ്റ്ററിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. സെല്ലുകൾ, കൊമേഴ്ഷ്യൽ സെല്ല്, ബാറ്ററീസ് എല്ലാം പ്രൈമറി സെക്കൻഡറി സെല്ലുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി നന്നായിട്ട് പഠിക്കണം. ഡ്രൈ സെല്ല് പഠിക്കണം. ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തത് ഫ്യൂവൽ സെല്ലാണ്. ഫ്യൂവൽ സെല്ല്, അതിൻ്റെ അപ്ലിക്കേഷൻസ്, അവിടുന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഒരുപക്ഷെ ആ ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം തന്നെ ലേബൽ ചെയ്ത് ഒരു 2 പ്രാവശ്യം വരച്ച് നോക്കിയാൽ നന്നായിരിക്കും. ആൻഡ് ഫൈനലി കൊറോഷനും അതിൻ്റെ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ വരുന്ന കൊറോഷന്റെ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കിക്കോളുക. കൊറോഷൻ, റസ്റ്റിംഗ് ഓഫ് അയൺ വിത്ത് മെക്കാനിസം നമ്മുടെ പുസ്തകത്തിലുണ്ട്. മെക്കാനിസം വന്നോ വന്നില്ല, എന്നാലും ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാം. അതുപോലെ പ്രിവെന്റിങ് കൊറോഷൻ ടെക്നിക്സ്, അതും കൂടെ നോക്കണം. ഇത്രയും ഭാഗങ്ങൾ നല്ല ഒരു കവറേജ് റിവൈസ് ചെയ്ത് തറോ ആക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. എങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതെല്ലാം ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് എന്നൊരു ബോധ്യത്തോടു കൂടി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഫുൾ മാർക്ക് നേടാനും ഉറപ്പായിട്ടും സാധിക്കും. നമുക്ക് ഏതാനും ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചില്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം, എന്നാലും പഠിക്കാത്തവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. പഠിച്ചവര് എന്തെങ്കിലും വിട്ടുപോയ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം നോക്കുക. ഇത്രേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ 3 എണ്ണം ഉണ്ട്. ഡിഫൈൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതണം കൃത്യമായിട്ട്. എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? those properties which depends on the amount of solute particles present, not on the nature of the solution എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ അത് മാത്രം എഴുതുക. മെൻഷൻ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. 4 എണ്ണം കമന്റ് ചെയ്യുക. Which colligative property measurement is the best method for determining molecular mass of proteins? പ്രോട്ടീൻസ് പോലുള്ള ബയോമോളിക്യൂൾസിന്റെ ഒക്കെ മോളാർ മാസ് ഡിറ്റർമിനേഷനിൽ ഏറ്റവും നല്ല മെത്തേഡ് ഏത് എന്നാണ് ചോദ്യം. എന്താ സംശയം? നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. എന്തുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത്? കാരണം അത് നമ്മൾ ബോഡി ടെമ്പറേച്ചറിലാണ് നടത്തുക, അല്ലെ? ഓർഡിനറി റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ബോഡി ടെമ്പറേച്ചറിൽ, മറ്റൊന്നും അങ്ങനെയല്ല. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, അതൊക്കെ എലിവേറ്റഡ് ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കണ്ടീഷനിലോ ചെയ്യേണ്ടി വരുന്ന എക്സ്പെരിമെന്റുകളാണ്. അതേസമയം പ്രോട്ടീൻസിന്റെ ഒക്കെ സ്റ്റേബിൾ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബോഡി ടെമ്പറേച്ചറിലാണ്. അതിൽ നടത്തുന്ന എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് മോസ്റ്റ് പ്രിഫേർഡ്. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ ആണ്. പ്രഷർ നമുക്ക് ATM-ലും എടുക്കാം, ബാറിലും എടുക്കാം. എന്താ പറയുക, 760 mm മെർക്കുറി മെഷർമെന്റിൽ, അല്ലെ? 760 mm ഓഫ് മെർക്കുറിയിൽ എടുക്കാം. അപ്പൊ അത് ഡിഫറെന്റ് യൂണിറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റിനും അതിന് സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ആ പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഇവിടെ എന്തായാലും അതൊന്നും ചോദിക്കുന്നില്ല. ഏത് മെത്തേഡ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ് എന്ന് ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. മക്കൾ നോട്ട് ചെയ്തോളുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ എക്സിബിറ്റഡ് ബൈ എ മിക്സർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ? ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഇത് ഒരു പക്ഷേ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, മറന്നുപോയാൽ എന്ത് ചെയ്യും, അല്ലെ? ഫിനോള്, അനിലിൻ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക? നന്നായിട്ട് തെറ്റാത്ത രീതിയിൽ, മറന്നു പോവാത്ത രീതിയിൽ പഠിച്ചു വയ്ക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഫീനോളും അനിലിനും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ മിക്സിംഗ് എന്ത് സംഭവിക്കും? അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുക. ആഫ്റ്റർ മിക്സിംഗ് മോളിക്കുലാർ ഇന്ററാക്ഷൻ കൂടും. അങ്ങനെ വരുന്ന സമയത്ത് കാണുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും, അല്ലെ? നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ നോക്കൂ, എന്ത് ഡീവിയേഷൻ ആണ് നെഗറ്റീവ് ഡീവിയേഷൻ? എന്തുകൊണ്ടാണ്?
ഫിനോള് അനിലിൻ മിക്സ് ചെയ്യുന്നതിന് മുൻപുള്ള മോളിക്കുലാർ അട്രാക്ഷനും മിക്സ് ചെയ്തതിന് ശേഷം ഉള്ള മോളിക്കുലാർ അട്രാക്ഷനും വെൻ യു കമ്പയർ ആഫ്റ്റർ മിക്സിംഗ് മോളിക്കുലാർ അട്രാക്ഷൻ ഇൻക്രീസസ്. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ വരാനുള്ള കാരണം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ സ്റ്റേറ്റ്മെന്റ് പറയുക, മെൻഷൻ വൺ അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് 3-4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി റെഫേർഡ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒന്ന് കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. 3ഉം പഠിക്കുക. ആ മോസ്റ്റ് കോമൺലി റെഫേർഡ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു കമന്റ് എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, പാർഷ്യൽ പ്രഷർ over the surface of the mixture is equal to or proportional to mole fraction of that component in the solution എന്ന് പറയുന്ന ആ ഗ്രാഫിന്റെ തൊട്ട് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് അത് കൃത്യമായിട്ട് തെറ്റാതെ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. അതുപോലെ അപ്ലിക്കേഷൻസ് നോക്കുക. എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ്? തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ടല്ലോ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെ, സോഡ വാട്ടറിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ലിക്കേഷൻ പറയുന്നുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന റെസ്പിറേറ്ററി യൂണിറ്റിൽ ഹീലിയം വെച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് അല്ലെ. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാർ സഫർ ചെയ്യുന്ന അനോക്സിയ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കി വെക്കാം. ഹെൻറീസ് ലോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു. വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? റൈറ്റ് എനി ടു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ചോദ്യം ആവർത്തിച്ച് വരുമെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? മെൻഷൻ വൺ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസിന്റെ ഒരു ഡയഗ്രം ഉൾപ്പെടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. വെൻ യു അപ്ലൈ എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, വാട്ടർ സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം ദ സൊല്യൂഷൻ ടു ഔട്ട്സൈഡ്. അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും. ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ റിവേഴ്സ് ഓസ്മോസിസ് പറയുന്ന ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഡയഗ്രാം the reverse osmosis. Reverse osmosis, when the pressure applied over the piston, when the pressure applied over the piston, ഈ ഭാഗം ഫിഗർ 1.11 കിട്ടും. ഫിഗർ 1.11 നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാം. ഫിഗർ 1.11 റിവേഴ്സ് ഓസ്മോസിസിന്റെ ഡയഗ്രാം. അപ്ലിക്കേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. ഡീസാലിനേഷൻ പ്ലാന്റിൽ സീ വാട്ടറിൽ നിന്ന് ഡീസാലിനേഷൻ നടത്തുന്ന ഒരു പ്ലാന്റിൽ RO സിസ്റ്റം ഉപയോഗിക്കാം എന്ന് പറയുന്ന അപ്ലിക്കേഷനെ കുറിച്ചൊക്കെ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? മെൻഷൻ വൺ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന 2 മാർക്കിന്റെ ചോദ്യം. അടുത്തത് സൊല്യൂഷൻ ഹാവിംഗ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ പഠിച്ചിട്ടില്ലേ? ഐസോട്ടോണിക് സൊല്യൂഷൻസ്. ഐസോട്ടോണിക് സൊല്യൂഷൻ π1 = π2 എന്ന് പറയുന്ന ഐസോട്ടോണിക് സൊല്യൂഷൻ. അങ്ങനെ അല്ലെങ്കിൽ 2 അവസ്ഥകൾ വരാം. ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആവാം, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആവാം. കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻ ആണെങ്കിൽ ഹൈപ്പർടോണിക് എന്ന് പറയും. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഹൈപ്പോട്ടോണിക് എന്ന് പറയും. രണ്ടും ഒരേ കോൺസെൻട്രേഷനിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും അല്ലെ. യെസ്. സ്റ്റേറ്റ് റൗൾസ് ലോ. സ്റ്റേറ്റ് റൗൾസ് ലോ. റൗൾസ് ലോ പഠിക്കണം. ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടർ പറയുമ്പോൾ റൗൾസ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് റൗൾസ് ലോയിൽ പറയുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് എന്ന് പറയുന്ന PA പ്രൊപ്പോർഷണൽ ടു KA. PA ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു KA എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഫോർ ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ പ്രകാരമാണ് നമ്മൾ ആ ഇക്വേഷൻസ് പറയുന്നതും ഗ്രാഫ് വരയ്ക്കുന്നതും. ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. ഡ്രോ എ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ
ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എല്ലാവരും മക്കളെല്ലാവരും ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇറ്റ് ഈസ് vapor pressure versus mole fraction graph. This is mole fraction A equal to 0. This is mole fraction A equal to 1. This is mole fraction B equal to 0. This is mole fraction B equal to 1. ഓർക്കുന്നില്ലേ ഗ്രാഫ്? ആൻഡ് ഹൗ കംസ് ഫോർ എ? റൗൾസ് ലോ പ്രകാരം നോക്കുക, പി എ പ്രൊപ്പോർഷണൽ ടു കൈ എ എന്നാണ്. ആൻഡ് പി എ ഈക്വൽ ടു പി നോട്ട് എ കൈ എ എന്നാണ്. സോ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ആൻഡ് വാട്ട് ഈസ് ദിസ് ഗ്രാഫ്? പി എയുടെ ഗ്രാഫ്. ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് പി നോട്ട് എ ആണ്. പഠിച്ച് ഓർമ്മ വരുന്നുണ്ടാവുന്നാണ് വിശ്വസിക്കുന്നത്. യെസ്. ഇനി ഇതേപോലെ തന്നെയാണ് ബിയുടെയും. പി ബി പ്രൊപ്പോർഷണൽ ടു കൈ ബി എന്നും പി ബി ഈക്വൽ ടു പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്നും കിട്ടും. ആൻഡ് യു ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ആൻഡ് ദിസ് പോയിന്റ് ഈസ് പി നോട്ട് ബി, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് പി ബി ഗ്രാഫ്. ആൻഡ് ദിസ് വിൽ ബി പി ടോട്ടൽ. ദിസ് വിൽ ബി പി സൊല്യൂഷൻ, അതായത് പി ടോട്ടൽ. പി സൊല്യൂഷൻ അതായത് പി ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഇതാണ് റൗൾസ് ലോയുടെ ഗ്രാഫ്. പലർക്കും സംശയമുള്ളതാണ് ആ ഗ്രാഫ് ഇങ്ങനെ എങ്ങനെയാണത് വരേണ്ടത്? ദാറ്റ് ഡിപ്പെൻസ്. എയും ബിയും ഏതാണ്? ഇപ്പൊ ഞാൻ വരച്ചത് പ്രകാരം ബി ഈസ് മോർ വോളട്ടൈൽ ദാൻ എ. ഞാനിപ്പോ വരച്ചത് പ്രകാരം ബി ഈസ് മോർ വോളട്ടൈൽ ദാൻ എ. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. അല്ല എ ആണ് മോർ വോളട്ടൈൽ എങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ വോളട്ടൈലിറ്റി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ദാറ്റ് ഡിപ്പെൻസ്. ഈ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് ഓർമ്മിക്കുക. 1-2 പ്രാവശ്യം വരച്ച് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക. അവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. ഓക്കെ, അടുത്തത് ഡിഫൈൻ മൊളാരിറ്റി. മൊളാരിറ്റി ഒക്കെ ഓർമ്മയില്ലാത്തവർ ഉണ്ടാവാൻ സാധ്യതയില്ല. മോൾ പെർ ലിറ്റർ അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് in 1 liter solution, that is called molarity, and the unit mole per liter. Calculate molarity of a solution containing 10 gram NaOH in 450 ml solution. എന്താ മൊളാരിറ്റിയുടെ ഫോർമുല? മൊളാരിറ്റി is equal to mass of solute into 1000 divided by molar mass of solute into volume of solution in milliliter. എത്രയാണ്? 10 gram ആണ്. into 1000 divided by molar mass of NaOH അറിയില്ലേ? 40 ആണ്. into 450 ml. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. റൈറ്റ്? ഈ 2 0 കട്ട് ചെയ്ത് പോയി. സോ യു ഗെറ്റ് 100 divided by 4 into 45. 100 with 4 എന്ന് പറയുമ്പോൾ 25 ആയി. 25 by 45. ഏകദേശം 0.5ന്റെ റേഞ്ചിൽ ഒരു ആൻസർ വരും. 25 by 40 ഏകദേശം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. എനിവേ, ആ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ആ ഫോർമുല, അതിന്റെ ഡെഫിനിഷൻ, ആ പാർട്ടൊക്കെ നന്നായിട്ട് നോക്കുക. ഉറപ്പായിട്ടും മൊളാരിറ്റിക്ക് പകരം മൊളാലിറ്റി ചോദിക്കാം. അപ്പൊ മൊളാലിറ്റിയും ഇതുപോലെ കോൺസെൻട്രേഷൻ ടേംസ് നല്ല രീതിയിൽ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കോൺസെൻട്രേഷൻ ടേംസ്. സ്റ്റേറ്റ് ഹെൻറീസ് ലോ റൈറ്റ് വൺ ആപ്ലിക്കേഷൻ. ആവർത്തിച്ച് വരുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ആ ചോദ്യം ആവർത്തിച്ച് വരുന്നത് കണ്ടോ? അപ്പോൾ ആവർത്തിച്ച് വരുന്ന ആ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻഡിക്കേഷൻ ആണ്. അത് ഒരു കാരണവശാലും മിസ് ചെയ്യാതെ പഠിക്കുക. ഹെൻറീസ് ലോ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ പഠിക്കുക. റൗൾസ് ലോ പഠിക്കുക. ഹെൻറീസ് ലോ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ അപ്ലിക്കേഷൻസ് നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഹെൻറീസ് ലോ പഠിക്കുമ്പോൾ ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ ക്യാരക്ടർ ഒന്ന് പഠിക്കണം. ഹയർ ദ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് വാല്യൂ, ലോവർ ദ സോലുബിലിറ്റി എന്നൊക്കെ പഠിക്കുന്നത്. അതുപോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ KHന്റെ വാല്യൂ കൂടുമോ കുറയുമോ ആ ടേബിളിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ. റൈറ്റ്? അടുത്തത് two solution having same osmotic pressure. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? ഐസോട്ടോണിക് സൊല്യൂഷൻ. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് മെൻഷൻ വൺ ആപ്ലിക്കേഷൻ. അപ്പോ ഹെൻറീസ് ലോയുടെ ചോദ്യം ആവർത്തിച്ച് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്ത ഒരു പ്രോബ്ലമാണ്. 18 gram ഗ്ലൂക്കോസ് dissolved in 1 kg water in a saucepan
At what temperature will water boil? At 1.013 bar. KB തന്നിട്ടുണ്ട്, boiling point of water തന്നിട്ടുണ്ട്. So how to find the boiling point of the solution? Boiling point of the solution, see the new boiling point of solution, it will be 373.15. That is boiling point of water plus delta TB. ഓർമ്മയില്ലേ മക്കളെ? ഓർമ്മയില്ലേ? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇതിന്റെ നോർമൽ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 373.15 ആണ്. റൈറ്റ്? അത് എലിവേറ്റ് ചെയ്തു. എത്ര എലിവേറ്റ് ചെയ്തു? ഡെൽറ്റ TB. അത് കിട്ടിയാൽ ആൻസർ ആയി. So the new boiling point of solution, it will be boiling point of water plus delta TB. Delta TB എങ്ങനെ കണ്ടുപിടിക്കാം? Delta TB എങ്ങനെ കണ്ടുപിടിക്കാം? It is KB into molality. Molality എത്രയാ? വർക്കൗട്ട് ചെയ്യാൻ പോലും ഇല്ല. 18 gram glucose എന്നാ പറഞ്ഞ. 18 gram glucose എന്ന് വെച്ചാൽ 18 by molar mass 180. It is 0.1 mole. അല്ലെ? 0.1 mole in 1 kilogram. അത് തന്നെയാണ് molality. മൊളാലിറ്റി എന്ന് വെച്ചാൽ എന്താ? മോൾ പെർ കെ ജി ആണ് അല്ലെ? 18 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18/180 0.1 മോൾ ആണ്. 0.1 മോൾ ഗ്ലൂക്കോസ് ഇൻ 1 കിലോഗ്രാം വാട്ടർ. അത് തന്നെയാണ് അതിന്റെ മൊളാലിറ്റി. സോ മൊളാലിറ്റി ഈസ് 0.1. കഴിഞ്ഞു. ഇറ്റ് ഈസ് KB തന്നിട്ടുണ്ട് 0.52 ഇൻറ്റു മൊളാലിറ്റി 0.1. ദാറ്റ് ഈസ് 0.052 ആണ് ഡെൽറ്റ TB. ഇത് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. സോ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 373.15 പ്ലസ് 0.052 ചെയ്യുമ്പോൾ ആൻസർ ആയി അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, എന്നാ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം. അത് ഓർമ്മിപ്പിക്കലാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറന്നുപോയ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാവാം. നമ്മൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കേട്ടോ. റൈറ്റ്? അടുത്ത ചോദ്യം. അപ്പൊ അതിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതും ഒരു ന്യൂമറിക്കലാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 750 mm തന്നിട്ടുണ്ട്. 99.63 degrees Celsius. How much sucrose is to be added to 500 gram water such that it boils at 100 degree? നോക്കടാ, ഇതാണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇത് 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ TB കണ്ടുപിടിക്കാം. ഡെൽറ്റ TB is equal to ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ പ്ലസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ആ ഡിഫറൻസ് മതി. ആ ഡിഫറൻസ് ആണ് കേട്ടോ. ആ ഡിഫറൻസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. സൊല്യൂഷന്റെ വാല്യൂ 100 ഡിഗ്രി സെൽഷ്യസ്, മറ്റേത് 99.63 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.37 അല്ലെ? ഇതാണ് ഡെൽറ്റ TB. ഇതാണ് ഡെൽറ്റ TB എന്ന് പറയുന്നത്. ഡെൽറ്റ TB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്താ ചോദിച്ചിരിക്കുന്നത്? How much sucrose to be added to 500 grams of water? See, delta TB is equal to KB into molality. KB into molality expand ചെയ്ത് എഴുതിയാൽ weight of solute into 1000 divided by molar mass of solute into weight of solvent in grams. അല്ലെ? KB തന്നിട്ടുണ്ടോ? ഉണ്ട് കേട്ടോ. KB ഉണ്ട്. സോ ഇറ്റ് ഈസ് 0.52. ഈ വാല്യൂ നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തു. 0.37 ഈക്വൽ ടു 0.52 ഇൻറ്റു വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സുക്രോസ്. സുക്രോസിന്റെ മോളാർ മാസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യണം. 12 into 12 പ്ലസ് ഹൈഡ്രജൻ 22 പ്ലസ് 16 into 11 ചെയ്ത് ഓർമ്മയുള്ളവർക്ക് ഓക്കെ, അല്ലാത്തവർ ഇരുന്ന് ചെയ്യേണ്ടതായിട്ട് വരും. 342 ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. മോളാർ മാസ് ഓഫ് സുക്രോസ് ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇവിടെ കണ്ടു 500. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാം. സോ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു എത്ര വരും? 0.37. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടില്ലേ? 0.37 ഇൻറ്റു 342
ഡിവൈഡഡ് ബൈ 0.52 ഇൻറ്റു 2 എന്ന് കിട്ടും. റൈറ്റ്. അപ്പോ 350 175 സംതിങ് ഒരു 160 റേഞ്ചിലൊക്കെ ആൻസർ കിട്ടുമായിരിക്കണം. നോക്കുക കേട്ടോ, ഒരു 160 150 പ്ലസ് റേഞ്ചിൽ കിട്ടുമായിരിക്കണം. ഞാനൊരു ഏകദേശം പറഞ്ഞതാണ്. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരിക്കൽ കൂടി പറയാം. സൊല്യൂഷൻ ബോയിൽ ചെയ്യേണ്ട ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 99.63 എന്ന് വെച്ചാൽ ഇത്രയും എലിവേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ഡെൽറ്റ ടി ബി? 100 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഓഫ് ദ സൊല്യൂഷൻ മൈനസ് ദാറ്റ് ഓഫ് ദ പ്യൂർ സോൾവെന്റ്. 0.37 ആണ് ഡെൽറ്റ ടി ബി വരേണ്ടത്. 0.37 ആണ് ഡെൽറ്റ ടി ബി വരേണ്ടത്. റൈറ്റ്. അപ്പോൾ ഡെൽറ്റ ടി ബി കണ്ടുപിടിച്ചു കഴിഞ്ഞു. കെ ബി തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട്. മോളാർ മാസ് ഓർമ്മയിലുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിരുന്ന് വർക്കൗട്ട് ചെയ്യേണ്ട സമയം നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അത് ഓർമ്മയുള്ളവർ നേരിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യും. റൈറ്റ്. അതിൽ തന്നെ അടുത്ത ചോദ്യം ഹെൻറീസ് ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ പറഞ്ഞു. അക്വാറ്റിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു പുതിയ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നുകൂടായികയില്ല അല്ലെ. നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ, അതിൽ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ അപ്ലിക്കേഷൻ ലെവലിൽ ഒരുപക്ഷെ NCERT പറഞ്ഞിട്ടുള്ളതോ പറയാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അക്വാറ്റിക് ലൈഫ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. സാധാരണഗതിക്ക് ഹെൻറീസ് ലോ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക്, ആശയം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും കോൾഡ് വാട്ടറിലായിരിക്കും കൂടുതലും ഗ്യാസ് ഡിസോൾവ് ചെയ്യുക അല്ലെ. കോൾഡ് സിസ്റ്റത്തിൽ there is a more dissolved oxygen that is more comfortable for the aquatic life. അപ്പൊ aquatic ലൈഫിന് കോൾഡ് കണ്ടീഷൻ കംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൾഡ് കണ്ടീഷനിൽ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യും. In cold condition there is oxygen, dissolved oxygen will be greater and aquatic life will be more happy to be there in the situation. അറിയുന്ന ജനറൽ നോളജ് കൂടിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിവേഴ്സ് ഓസ്മോസിസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ ആവർത്തിച്ച് ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഒരിക്കലും, എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സാറേ നമുക്ക് മെയിനായിട്ട് എന്താ പറയുക, ഏതൊക്കെ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഏതൊക്കെ ടോപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. ആ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പൊ ഈ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തനം നമ്മൾ കണ്ടത് ഹെൻറീസ് ലോയിലാണ് അല്ലെ, ഓസ്മോസിസിൽ കണ്ടു. അത്തരം ഏരിയകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം. എഗെയിൻ ദർ ഈസ് റിവേഴ്സ് ഓസ്മോസിസ് മെൻഷൻ എനി വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ. റൗൾട്ട്സ് ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് മെൻ ബൈ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ? എന്താ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ? ആഫ്റ്റർ മിക്സിംഗ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കുറയുക. When A and B mixed together, before mixing and after mixing, molecular attraction കുറയുക. അതാണ് പോസിറ്റീവ് ഡീവിയേഷന് കാരണമായിട്ട് വരുന്നത്. എൻതാൽപി will be, what will be the nature of enthalpy? Delta H will be positive, delta V will be positive. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആ ഒരു ഗ്രാഫ്, ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്, അതുപോലെ നോൺ ഐഡിയൽ പോസിറ്റീവ് സൊല്യൂഷന്റെ ഗ്രാഫ് നോക്കണം. നെഗറ്റീവ് സൊല്യൂഷന്റെ ഓർമ്മയില്ലേ, പോസിറ്റീവ് സൊല്യൂഷൻ ഒരു പോസിറ്റീവ് കർവ് ആയിരിക്കും, നെഗറ്റീവ് സൊല്യൂഷൻ ഒരു നെഗറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് കർവായിട്ട് വരും. റൈറ്റ്. പിന്നെ വാട്ട് ആർ അസിയോട്രോപ്സ്? അസിയോട്രോപ്സിന്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടതാണ് കേട്ടോ. അസിയോട്രോപ്സ്, കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ് കോൾഡ് അസിയോട്രോപ്സ്. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ് കോൾഡ് അസിയോട്രോപ്സ്. അത് എല്ലാ മിക്സേഴ്സും അസിയോട്രോപ്പ് ആയിട്ട് വരുമോ? ഇല്ല. there are certain mixtures at a certain definite composition. എത്തനോളും വാട്ടറും എന്താ പറയുക, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് അത് എല്ലാ കോമ്പോസിഷനും അവർ അസിയോട്രോപ്പ് ആണോ? അല്ല. പിന്നെയോ ഇപ്പൊ ഒരു 50-50 മിക്സർ എടുത്തെന്ന് വിചാരിക്കുക. 50% എത്തനോളും 50% വാട്ടറും. അവർ അസിയോട്രോപ്പ് അല്ല. പിന്നെ എപ്പോഴാണ് അസിയോട്രോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്?
ഏകദേശം ഒരു 90-95% എത്തനോളും ഒരു 4-5% വാട്ടറും വരുന്ന ഒരു കോമ്പോസിഷനിലാണ് അവർ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അവരുടെ വേപ്പർ പ്രഷർ കോൺട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ട് മാറും ആൻഡ് ദേ സ്റ്റാർട്ട് ബോയിലിംഗ് ടുഗദർ ആൻഡ് ദ സിറ്റുവേഷൻ കോൾഡ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ്. രണ്ട് ടൈപ്പ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ് മറക്കാതെ പഠിച്ചു വെക്കുക. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും, ലോവർ ബോയിലിംഗ് അസിയോട്രോപ്പും ഹയർ ബോയിലിംഗ് അസിയോട്രോപ്പും. അത് NCERT-യിൽ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുമുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, റൈറ്റ്. വാട്ട് ആർ അസിയോട്രോപ്സ്? വാട്ട് ആർ അസിയോട്രോപ്സ്? ആൻഡ് ഒരൊറ്റ മാർക്കിനുള്ള ചോദ്യമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ്, അതും ഒരു പ്രോബ്ലമാണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് AB തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഏതാണ്? റൗൾസ് ലോയുടെ അപ്ലിക്കേഷൻ ആണ് അല്ലെ. റൗൾസ് ലോയുടെ അപ്ലിക്കേഷൻ ആണ് ഈ പ്രോബ്ലം. P solution is equal to PA plus PB and PA എന്തായിരിക്കും? P according to Raoult's law PA is equal to P naught A into chi A plus PB എന്തായിരിക്കും? P naught B into chi B. P naught A തന്നിട്ടുണ്ട്, P naught B തന്നിട്ടുണ്ട്, പിന്നെ chi B തന്നിട്ടുണ്ട്. chi B തന്നു കഴിഞ്ഞാൽ chi A നമുക്ക് അറിയാമല്ലോ അല്ലെ. അപ്പൊ എത്രയാ? P naught A 400 ഇൻറ്റു chi B തന്നിട്ടുണ്ട് 0.4. അപ്പൊ chi A എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് B തന്നു കഴിഞ്ഞാൽ A കണ്ടുപിടിക്കാമല്ലോ. സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഈസ് 1 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ എയുടെ മോൾ ഫ്രാക്ഷൻ എത്ര വരും? 0.6 എന്ന് വരും. സോ ഇറ്റ് ഈസ് 0.6 പ്ലസ് മറ്റേത് എത്രയാണ്? 600 ഇൻറ്റു 0.4. കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് 40 ഇൻറ്റു 6, 6 4 24, 240. പിന്നെ 60 ഇൻറ്റു 4 അഗെയിൻ 6 4 24, 240, 480 mm എന്ന ആൻസറിലേക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് അറൈവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോബ്ലം. അടുത്തത് which is true for ideal solution. ഐഡിയൽ സൊല്യൂഷൻ ഏതാണ് ട്രൂ? ഓപ്ഷൻ ബി അല്ലെ. ഡെൽറ്റ H മിക്സിംഗ് ഈക്വൽ ടു 0, ഡെൽറ്റ V മിക്സിംഗ് ഈക്വൽ ടു 0 ആൻഡ് മോളിക്കുലർ ഇന്ററാക്ഷൻ A ഇന്ററാക്ഷൻ B ഇന്ററാക്ഷൻ AB ഇന്ററാക്ഷൻ, ഇത് മൂന്നും ഏകദേശം ഈക്വൽ ആയിട്ട് വരിക. മിക്സ് ചെയ്യുന്നതിന് മുൻപും മിക്സ് ചെയ്തതിന് ശേഷവും മോളിക്കുലർ ഇന്ററാക്ഷൻസ് ഒരേപോലെ വരിക. ദാറ്റ് ഈസ് ഐഡിയൽ സൊല്യൂഷൻസ് അല്ലെ, പഠിച്ചിട്ടുള്ളതാണ്. ഫൈൻ. അടുത്തത് വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? അഗെയിൻ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നു. ഒരു പ്രോബ്ലം ഫ്രം ഓസ്മോട്ടിക് പ്രഷർ ആണെന്ന് തോന്നുന്നു ഇല്ലേ? അതെ. 400 cm³ aqueous solution of protein contain 1.26 gram protein. Osmotic pressure of such solution. Osmotic pressure തന്നിട്ടുണ്ട്. Calculate molar mass of protein. എന്താ മക്കളെ ഫോർമുല? pi equal to CRT. ഓർമ്മയില്ലേ? That is N by V RT. That is W by M RT by V. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇതുണ്ട്. M ആണ് കണ്ടുപിടിക്കേണ്ടത്. So what is M? M is equal to WRT by pi V എന്നാണ്. What is weight? 1.26 gram. 1.26 gram into R value തന്നിട്ടുണ്ട് 0.0821. പിന്നെ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടോ? ടെമ്പറേച്ചർ ഉണ്ടല്ലോ 300 Kelvin. 300 divided by pi കണ്ടു ഇവിടെ 2.57 into 10 power minus 4. 2.57 into 10 power minus 4 into volume 400 ml 0.4 liters. ഇത് സോൾവ് ചെയ്ത് ആൻസറിലേക്ക് അറൈവ് ചെയ്യണം. അത് സോൾവ് ചെയ്ത് ആൻസറിലേക്ക് അറൈവ് ചെയ്യണം. 10 power minus 4 എന്നുള്ളത് മുകളിലേക്ക് എടുത്താൽ 10 power 4 ആവും അല്ലെ. 10 power 4 ആവും. പിന്നെ ഇവിടെ 2 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 8.2 into 3 എന്ന് എടുക്കാം. ഇത് 2.5 into
4 2.5 into 4 എന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 power -1. അപ്പോൾ ഇവിടെ നമുക്ക് 10 power 5 ആക്കാം. അപ്പോൾ ഒരു 10 എന്ന് കിട്ടും. 10. So the answer approximately 1.2 24 ഒരു 1.2 2.4 ഒരു 3 something 10⁴ ഒരു 30,000 റേഞ്ചിൽ 25-30,000 റേഞ്ചിലായിട്ട് ഇൻറ്റു 10 power 4 ഒരു 2-3 റേഞ്ചിൽ ഇൻറ്റു 10 power 4 ഒട്ടും പഠിക്കേണ്ട കാര്യമില്ല. പ്രോട്ടീനെ കുറിച്ചാണ് പറയുന്നത്. മോളാർ മാസ് വിൽ ബി വെരി ഹൈ ബിക്കോസ് ഇറ്റ് ഈസ് എ പോളിമർ. ആൽഫ അമിനോ ആസിഡ്സിന്റെ പോളിമർ ആണ് പ്രോട്ടീൻസ് വരിക. മോളാർ മാസ് കിട്ടുന്നത് അബ്നോർമലി ഒരു ഹൈ വാല്യൂ ആണ് കിട്ടുക. പേടിക്കേ വേണ്ട, അതാണ് ആൻസർ. കാരണം അബ്നോർമലി ഹൈ വാല്യൂ കിട്ടും. 10 power 4 10 power 5 റേഞ്ചിലോ ആണ് വരിക. 10 power 4 ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 2 to 3 റേഞ്ചിൽ ഇൻറ്റു 10 power 4 റേഞ്ചിൽ, അതായത് 20-30,000 റേഞ്ചിന്റെ ഉള്ളിൽ ആൻസർ വരുന്നത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. നോക്ക് ഏതൊക്കെ ഡാറ്റയാണ്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്, R വാല്യൂ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷർ ഗിവൺ, വോള്യൂം ഗിവൺ. വോള്യൂം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. തന്നിരിക്കുന്ന വോള്യൂം 400 cm³ എന്ന് വെച്ചാൽ 400 milliliter ആണ്. അത് 0.4 ലിറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. യു ഗെറ്റ് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്നൊരു പ്രോബ്ലം വന്നു, റൗൾസ് ലോ എന്നൊരു പ്രോബ്ലം വന്നു അല്ലെ. പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏത്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നൊരു പ്രോബ്ലം ചെയ്തു അല്ലെ. റൈറ്റ്, യെസ്. അടുത്തത്, you are given a sample of polymer and asked to find the molar mass. Which colligative property more effective to? ആ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചായിട്ട് കാണാം. ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് പ്രോട്ടീൻ പോലുള്ളൊരു വസ്തുവിന്റെ മോളാർ മാസ് ഡിറ്റർമിനേഷന് ഏറ്റവും സ്യൂട്ടബിൾ എന്നൊരു ചോദ്യം. നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. കാരണം പർട്ടിക്കുലർലി പ്രോട്ടീൻസ് പോലുള്ള വസ്തുക്കൾ ബയോമോളിക്യൂൾസ് ആണ് ആൻഡ് ദേ സബ്ജക്ട് ടു ടെമ്പറേച്ചർ വേരിയേഷനിൽ പ്രശ്നം ഉണ്ടാവും അല്ലെ. ടെമ്പറേച്ചർ വേരിയേഷൻസ് അതിന് അഫോർഡബിൾ അല്ല. അപ്പൊ ഒരു ബോഡി ടെമ്പറേച്ചറിൽ എക്സ്പെരിമെന്റ് നടത്തുക എന്നുള്ളതാണ് അതിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡിഫൈൻ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഡിഫൈൻ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഡെൽറ്റ TF ഈക്വൽ ടു KF into M ആൻഡ് ഡെൽറ്റ TF ഈക്വൽ ടു KF when M equal to 1. ഇതാണ് ഡെഫിനിഷൻ. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഡിഫൈൻഡ് as the depression in freezing point of a unimolar solution. Depression in freezing point of a solution where 1 mole solute dissolved in 1 kilogram solvent. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. റൈറ്റ്, അടുത്തത് വീണ്ടും ഒരു പ്രോബ്ലമാണ്. 0.4 gram non-electrolyte dissolved in 20 gram benzene lowers its freezing point by 0.75 Kelvin. The freezing point depression constant തന്നിട്ടുണ്ട്. Find the molar mass. എങ്ങനെ ചെയ്യാം? ഡെൽറ്റ TF ഈക്വൽ ടു KF into weight of solute into 1000 by molar mass of solute into weight of solvent. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് അവൈലബിൾ ആണ്, ഇത് അവൈലബിൾ ആണ്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മോളാർ മാസ് ഇസ് ഈക്വൽ ടു KF into weight of solute into 1000 divided by delta TF into weight of solvent. എവിടെ KF? എവിടെ? 5.12. 5.12 into weight of solute 0.4 gram. 0.4 into 1000 divided by delta TF. The delta TF 0.75 into weight of solvent 20 gram benzene. 20. Right? So this will be 5 times. Alla 50 times. 50 തെറ്റിയില്ലല്ലോ. 100/2 50. ഇത് അതിനാൽ 20 എന്ന് കിട്ടി. 25 100
ഒരു 100, 110, 120 റേഞ്ചിൽ ഒരു ആൻസർ കിട്ടുമായിരിക്കും. 120 റേഞ്ചിൽ ഒരു ആൻസർ കിട്ടുമായിരിക്കും അല്ലേ? ഒന്ന് വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. എഗെയിൻ എല്ലാ ഡാറ്റയും അവൈലബിൾ ആണ്. ഡയറക്റ്റ് ആ ഫോർമുല ഓർക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. റൈറ്റ്. അടുത്ത ചോദ്യം. അവിടുത്തെ കഴിഞ്ഞു അല്ലേ? അവിടുത്തെ കഴിഞ്ഞു. ഇവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. മിക്സർ ഓഫ് ടു ലിക്വിഡ്സ് A and B ഫോം ഐഡിയൽ സൊല്യൂഷൻ, ഡ്രോ വേപ്പർ പ്രഷർ. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഡയഗ്രാം ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ. അടുത്തത്, complete the table by giving values Van der factor I for complete dissociation of solute. Complete dissociation of solute. Van der factor. Van der factor, hope you remember, alpha degree of dissociation is equal to I minus 1 by n minus 1. When alpha is 100%, complete dissociation എന്ന് പറഞ്ഞാൽ alpha equal to 1. Complete dissociation എന്ന് പറഞ്ഞാൽ alpha equal to 1 equal to I minus 1 by n minus 1, that is I equal to n എന്ന് കിട്ടും. n എന്ന് വെച്ചാൽ എന്താ? Number of particle obtained by ionization അല്ലേ? So what will be the value here? ഒരു Na പ്ലസും ഒരു Cl മൈനസും, I വാല്യൂ 2. ഇവിടെ ഒരു അലുമിനിയം 3 പ്ലസും 3 നൈട്രേറ്റും. സോ ഹിയർ ഇറ്റ് ഈസ് 1 plus 1 2. ഇവിടെ ഒരു കാറ്റയോണും 3 ആനയോണും 4. ഇവിടെ 2 കാറ്റയോണും 1 ആനയോണും 3. ഇവിടെ 2 കാറ്റയോണും 3 ആനയോണും 2 കാറ്റയോണും 3 ആനയോണും ഇങ്ങനെ. സോ ആദ്യത്തേതില് NaCl ഒരു കാറ്റയോണും 1 ആനയോണും 2. മറ്റേത് അലുമിനിയം നൈട്രേറ്റ് ഒരു കാറ്റയോണും 3 ആനയോണും 4. മറ്റേത് 2 കാറ്റയോണും 1 ആനയോണും 3. മറ്റേത് 2 കാറ്റയോണും 3 ആനയോണും 5. ലൈക്ക് ദാറ്റ്. റൈറ്റ്. യെസ്. പിന്നെ for ethanol acetone mixture, solvent interaction weaker than solute. നോക്കുക, weaker than, മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോൾവെന്റ് ഇന്ററാക്ഷൻ കുറവാണ് എന്ന്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരെ കുറിച്ച് പറയുന്നത്? എത്തനോൾ അസെറ്റോൺ. സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അപ്പൊ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഡീവിയേഷൻ. ചോദ്യം എന്താണ്? Does this obey Raoult's law? ഇല്ല. Does this obey Raoult's law? No. Raoult's law obey ചെയ്യണമെങ്കിൽ എന്ത് വേണം? Raoult's law obey ചെയ്യണമെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ ഏകദേശം സെയിം വരുമ്പോഴാണ് Raoult's law obey ചെയ്യുക. ഇവിടെ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ കുറവാണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഡീവിയേഷൻ. Give the vapor pressure mole fraction graph for this solution. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് ഓർമ്മയില്ലേ? പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്, this is vapor pressure along the y-axis and mole fraction along the x-axis. ഇതാണ് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എങ്ങനെയാ? This is ideal solution graph അല്ലേ? Let that be PA and let this be PB. I'm talking about ideal solution, and hope you remember this is P naught A and this is P naught B. What about positive deviation? Positive deviation graph എങ്ങനെ വരും? കുറച്ച് മുന്നേ പറഞ്ഞു, ഒരു പോസിറ്റീവ് കർവ് ആയിരിക്കും. റൈറ്റ്. സോ വാട്ട് ഈസ് ദ ഗ്രാഫ് ഹിയർ? ഇറ്റ് വിൽ ബി PA. ഇത് ഐഡിയൽ, നോൺ ഐഡിയൽ, പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരണം. This is PB, ഐഡിയൽ, നോൺ ഐഡിയൽ, പോസിറ്റീവ് എങ്ങനെ വരണം? ഇങ്ങനെ വരണം. ആൻഡ് ടോട്ടൽ എങ്ങനെ വരണം? ടോട്ടൽ ഇങ്ങനെ വരണം. ഐ എം ഷുവർ എല്ലാവർക്കും ഇത് കണ്ട് നല്ല ഓർമ്മയുണ്ട്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ നേരെ താഴത്തേക്കായിരിക്കും, കുറയാണ് ചെയ്യുക. റൈറ്റ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, മൂന്നും അതിന്റെ കണ്ടീഷൻസും ഗ്രാഫും വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ. നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം. ആദ്യത്തെ തന്നെ ഒരു പ്രോബ്ലം ആണ്. സൊല്യൂഷൻ കണ്ടെയ്നിങ് 15 gram യൂറിയ per liter of solution, same osmotic pressure as that of glucose.
Calculate the mass of glucose present in 1 liter solution. രണ്ടിന്റെയും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ്. സെയിം ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ അറിയാലോ, ഇറ്റ് ഈസ് pi1 equal to pi2 അല്ലെ, pi1 equal to pi2. You know pi is equal to CRT. അപ്പൊ എന്ത് എഴുതാടാ, C1 RT equal to C2 RT എന്ന് എഴുതാം. That is C1 equal to C2. That is N1 by V equal to N2 by V. Therefore, N1 equal to N2. That is W1 by M1 equal to W2 by M2. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. യെസ്, നേരിട്ട് അപ്ലൈ ചെയ്യാം. W1 15 gram യൂറിയ. So it is 15 by molar mass 60 equal to W2 എത്ര എന്നാണ് ചോദ്യം, divided by glucose 180. Right? 15 4 60 അല്ലേ. So it is W2 is equal to 180 by 4 എന്ന് കിട്ടും. ശരിയല്ലേ? റൈറ്റ്. അപ്പൊ എന്ത് വരും, 4 4 16 45 അല്ലേ, 45 grams എന്ന് വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ കിട്ടും. ഐസോട്ടോണിക് സൊല്യൂഷൻ വരുന്ന ഒരു പ്രോബ്ലം ആണ് കണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഐസോട്ടോണിക് എന്ന് വെച്ചാൽ pi1 equal to pi2, C1 equal to C2, N1 equal to N2, W1 by M1 equal to W2 by M2. ഒരു മാസ് കണ്ടുപിടിക്കാം. റൈറ്റ്, ഫൈൻ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വിത്ത് എക്സാമ്പിൾ. മിനിമം ബോയിലിംഗ് അസിയോ NCERT ഉണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. എത്തനോളും വാട്ടറും മിക്സ് ചെയ്യുന്ന സമയത്ത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, കാരണം പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ആഫ്റ്റർ മിക്സിംഗ് അട്രാക്ഷൻ കുറയും. എത്തനോളും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ മിക്സിംഗ് അട്രാക്ഷൻ കുറയും, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. And they will show minimum boiling azeotrope അഥവാ what you call lower boiling azeotrope എന്ന് പറയും. പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. It happens at a composition 95 നിയർലി 95% എത്തനോളും 5% വാട്ടറും, നോട്ട് എക്സാക്ട്ലി 4.6 സംതിങ് അങ്ങനെയാണ് വരിക. ആ ഒരു കോമ്പോസിഷൻ എത്തുമ്പോൾ they start boiling together. അസിയോട്രോപ്സ് എന്ന് വെച്ചാൽ constant boiling mixtures. It happens at a particular temperature. അതുപോലെ തന്നെ ചിലപ്പോൾ മാക്സിമം ബോയിലിംഗ് മിക്സ്ചർ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. നൈട്രിക് ആസിഡും വാട്ടറും വർക്ക് ചെയ്യുന്നത് നോക്കി വെക്കാം. റൈറ്റ്. അടുത്തത്, ഡ്രോ ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ. ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ, താഴത്തേക്ക് വരയ്ക്കുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ. ഓർക്കുന്നുണ്ടല്ലോ? റൈറ്റ്. കാൽക്കുലേറ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ 0.2 മോളാർ സൊല്യൂഷൻ KF ഗിവൺ. എങ്ങനെയാ ചെയ്യാം? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻടു M. KF 1.86 ഇൻടു 0.2. കഴിഞ്ഞു. 1.86 ഇൻടു 0.2 ഓവർ. റൈറ്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് ചോദ്യം. 1.86 ഇൻടു 0.2 ചെയ്ത ആൻസറായി. സിമ്പിൾ പ്രോബ്ലം. എത്ര മാർക്ക് തന്നിട്ടുണ്ട്? മാർക്ക് കാണാനില്ല. 1 മാർക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ കൂടുതൽ അതിനകത്ത് ഉണ്ടോ? ചിലപ്പോൾ 1.5 മാർക്ക് ഒറ്റ ആയിരിക്കാം അല്ലെ. എന്തായാലും അതിനുള്ള വകുപ്പേ ഉള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ്, ഇനി വരുന്ന ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇലക്ട്രോ കെമിസ്ട്രി എന്നായിരിക്കണം. നോക്കാം. ഗീവ് സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ റെപ്രസെന്റേഷൻ അറിയാലോ അല്ലെ. സിങ്ക് സോളിഡ്. ക്ലാസിക് എക്സാമ്പിൾ is സിങ്ക് കോപ്പർ couple. സിങ്ക് സോളിഡ് ZnSO4 aqueous X molar / copper sulfate solution aqueous, say Y molar / copper solid. ശരിയല്ലേ? ഡാനിയൽ സെല്ലിന്റെ ഒരു ഗാൽവനിക് സെല്ലിന്റെ സിമ്പിൾ റെപ്രസെന്റേഷൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സിങ്ക് കോപ്പർ കപ്പിൾ എടുത്ത് വരയ്ക്കുക. റൈറ്റ്.
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ജിബ്സ് എനർജി, ഇത് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. എപ്പോഴും ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. ഈ വാല്യൂ തന്നിട്ടുണ്ട്, ഇതറിയാലോ. ഫാരഡേ കോൺസ്റ്റന്റ് 96,500 കൂളോംസ്. എൻ വാല്യൂ എത്രയാണ്? സിങ്ക് കോപ്പർ കപ്പിളിലെ എൻ വാല്യൂ 2 ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു 96,500 ഇൻറ്റു 1.1 ചെയ്യുമ്പോൾ ആൻസറിലേക്ക് ലാൻഡ് ചെയ്യും. ഫൈൻ, യെസ്, ചെയ്തു നോക്കുക. റൈറ്റ് ദ കാത്തോഡ് ആനോഡ് റിയാക്ഷൻ. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചോളൂ കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് വരച്ചു നോക്കിയിട്ട് പോകണമെന്ന് ഞാൻ പറയും. വരച്ചു നോക്കിയിട്ട് പോവുക. ഫ്യൂവൽ സെല്ല് ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഹൈഡ്രജൻ പമ്പ് ചെയ്യുന്നു. തേർഡ് കമ്പാർട്ട്മെന്റിൽ ലെഫ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഹൈഡ്രജൻ പമ്പ് ചെയ്യുന്നു. റൈറ്റ് കമ്പാർട്ട്മെന്റിൽ ഓക്സിജൻ പമ്പ് ചെയ്യുന്നു. ഗ്രഫൈറ്റ്, പോറസ് ഗ്രഫൈറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നു. അക്വസ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് ദിസ് ഈസ് ആനോഡ് റിയാക്ഷൻ. ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കിയിട്ട് പോവുക. ചിത്രം ലേബൽ ചെയ്ത് കാണിക്കേണ്ട ഒരു അവസരം ഉണ്ടായിക്കൂടായികയില്ല. This is anode reaction where H2 undergo oxidation, and this is cathode reaction where O2 undergo reduction, and this is the net reaction, overall reaction. Hydrogen plus oxygen giving H2O എന്നാണ്. There is no other what do you call it is impurity ഒന്നുമില്ലല്ലോ അല്ലെ. Environmental friendly ആണ്. There is no impure products formed. ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സും ഇല്ല, ടോക്സിക് ആയിട്ടുള്ള ഒരു ഇതും ഇല്ല. വാട്ടർ ആണ് ആകെ ഉള്ളൊരു പ്രോഡക്റ്റ്. സോ ഇറ്റ് ഈസ് ഹൈലി ഇക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ചോദിക്കും. H2O2 ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് ചോദിക്കും, സാധാരണ ഫ്യൂവൽ സെല്ലുകളെ കുറിച്ച് ചോദിക്കും, ഇതിന്റെ അഡ്വാൻറ്റേജസ് ചോദിക്കും. സാധാരണ ഒരു തെർമൽ പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി 40% റേഞ്ചിലാണെങ്കിൽ ഫ്യൂവൽ സെല്ലിന്റെ എഫിഷ്യൻസി 70-80% റേഞ്ചിൽ വരും. ഹൈലി എഫിഷ്യന്റ് ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, റൈറ്റ്. പക്ഷെ അത് സാധാരണ ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് സാധാരണ ഒരു സിസ്റ്റം അറേഞ്ച്മെന്റ് പോരാ. ആ ഒരു എക്കണോമിക് ഫാക്ട് ആണ് അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട. എന്തുകൊണ്ട് അത്രയും കോമൺ ആയിട്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം. എന്തായാലും എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും ഇക്കോ ഫ്രണ്ട്ലി നേച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്യൂവൽ സെൽസ് എപ്പോഴും ഒരു പടി മുന്നിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഈ ഡയഗ്രാം വരച്ച് പഠിക്കാം, റിയാക്ഷൻസ് പഠിക്കുക, ഓവറോൾ റിയാക്ഷൻ നോക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഓക്കെ, അതാ നോക്ക്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതാ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽസ് ഓവർ ദി അതർ സെൽസ് എന്നാണ്. അപ്പോ ഫ്യൂവൽ സെല്ല് അതിന്റെ അഡ്വാൻറ്റേജ് അത് നന്നായിട്ട് പഠിച്ചോളൂ. എ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, നെക്സ്റ്റ് അടുത്ത എന്താ ചോദ്യം? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി സെക്കൻഡറി സെൽ, ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും? യൂസ് ആൻഡ് ത്രോ ആണ് പ്രൈമറി സെൽ. സെക്കൻഡറി സെൽ എന്ന് വെച്ചാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് സെക്കൻഡറി സെൽ. ഡ്രൈ സെല്ല് പ്രൈമറി സെല്ലാണ്. മെർക്കുറി സെല്ല് പ്രൈമറി സെല്ലാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി സെക്കൻഡറി സെല്ലിൽ വരും. നിക്കൽ കാഡ്മിയം സെക്കൻഡറി സെല്ലിൽ വരും അല്ലെ. റൈറ്റ്. ഹൗ വി ക്യാൻ ഡിറ്റർമൈൻ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലാംഡ നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ നോട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷനേ ഉള്ളൂ. വൺ ഓഫ് ദ വെരി ഫേമസ് ലോ, ഹോപ്പ് യു റിമെമ്പർ, കോളറാഷസ് ലോ എന്ന് പറയും. ആസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് കോളറാഷസ് ലോ വി ക്യാൻ ഫൈൻഡ് മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. ചോദ്യം എന്താ? How we can determine molar conductance at infinite dilution of acetic acid? State the law behind this. അപ്പോ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ പറ്റില്ല, മാനിപ്പുലേഷനിലൂടെ ചെയ്യാം. ഏത് ലോയുടെ സഹായത്താൽ? കോളറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. എന്താണ് ലോ പറയുന്നത്? The total conductance at infinite dilution is equal to
സം ഓഫ് കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ ഇൻഡിവിജ്വൽ അയോൺസ്. റൈറ്റ്? അതിന്റെ പ്രോബ്ലംസ് ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ വല്ല പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. അടുത്തത്, lead storage battery which is commonly used in automobile is an example for secondary cell. Write the name of anode, cathode used in the cell. Write the reactions taking place. Explain how it can be recharged. ഫ്യൂവൽ സെല്ല് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസോടുകൂടി മക്കൾ എല്ലാവരും ലെഡ് സ്റ്റോറേജ് ബാറ്ററി പഠിക്കണം. ദിസ് ഈസ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? നോക്ക്, എന്താണ് ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത്? ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ലെഡ് ആണ്. ലെഡ് ആനോഡായിട്ട് വർക്ക് ചെയ്യും. എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് കാത്തോഡായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ആനോഡ് റിയാക്ഷൻ, കാത്തോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ആനോഡ് റിയാക്ഷനിൽ ലെഡ് 0-ൽ നിന്നും 2+ ഓക്സിഡേഷൻ. കാത്തോഡ് റിയാക്ഷനിൽ ലെഡ് 4+ നിന്നും 2+ റിഡക്ഷൻ. ആൻഡ് ഈ റിയാക്ഷന്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ സിൻ പ്രൊപ്പോർഷനേഷൻ ടൈപ്പ് റിയാക്ഷൻ. റൈറ്റ്? അപ്പോ ആനോഡ് ഏതാണ്, കാത്തോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണ്, ആനോഡ് റിയാക്ഷൻ എന്താണ്, കാത്തോഡ് റിയാക്ഷൻ എന്താണ്, നെറ്റ് റിയാക്ഷൻ എന്താണ്, ഇതെല്ലാം ഡിസ്ചാർജിങ്ങിലാണ്. ഈ പഠിച്ച എല്ലാ റിയാക്ഷൻസും ഇതെല്ലാം ഡിസ്ചാർജിങ്ങിലാണ്. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് റീചാർജിങ്? റീചാർജിങ് എങ്ങനെ ചെയ്യുക? സപ്ലൈ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇലക്ട്രിക് സപ്ലൈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ there will be recharging and the entire reaction will be reversed. അല്ലേ? entire reaction റിവേഴ്സ് ആയിട്ട് നടക്കും and the battery gets charged. Right? അപ്പോ ഡിസ്ചാർജിങ്, റീചാർജിങ് അത് ചിലപ്പോ നമുക്കിട്ടൊരു പണി തരും. ഗീവ് ദ ആനോഡ് റിയാക്ഷൻ, കാത്തോഡ് റിയാക്ഷൻ ഫോർ റീചാർജിങ് എന്ന് തരും. അപ്പൊ ഈ റിയാക്ഷൻസ് തിരിച്ചെഴുതണം, ഓപ്പോസിറ്റ് ആക്കി എഴുതണം. അപ്പോൾ ഡിസ്ചാർജിങ് ആണോ ചോദിച്ചിരിക്കുന്നത്, റീചാർജിങ് ആണോ ചോദിച്ചിരിക്കുന്നത്, നോക്കിയിട്ട് വേണം മറുപടി പറയാൻ. ഓക്കെ, ഫൈൻ. അതിന്റെ ഡയഗ്രം ഒന്നും വേണ്ട കേട്ടോ, ഡയഗ്രം ഒന്നും വേണ്ട, റിയാക്ഷൻസ് നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ടോട്ടൽ കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ സൊല്യൂഷൻ, അല്ലെ? അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ബൈ കോൺസെൻട്രേഷൻ. കാരണം ആ പെർ മോളിനാണ് നമ്മൾ ടോട്ടൽ കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ 1 മോളാർ സൊല്യൂഷൻ ആണ് പറയുക. അപ്പോൾ സി മോളാറിന് കാപ്പയാണെങ്കിൽ കാപ്പ ബൈ സി വിൽ ബി മോളാർ കണ്ടക്ടിവിറ്റി. പഠിക്കുന്നുണ്ട് അല്ലെ? ഡെഫിനിഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ഗ്രാഫിക്കലി റെപ്രസെന്റ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഓർമ്മയില്ലേ? ലാംഡ എം along the y-axis and square root of concentration along the x-axis, and this is for a strong electrolyte like KCl. This is a strong electrolyte like KCl. ഇതിനെ നമ്മൾ y-axisലേക്ക് എക്സ്ട്രാപോലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ്, ദാറ്റ് ഈസ് ലാംഡ നോട്ട്, കോൾഡ് ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി അല്ലെ? മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. വാട്ട് അബൌട്ട് എ വീക്ക് ഇലക്ട്രോലൈറ്റ്? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എങ്ങനെ വരും? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഹോപ്പ് യു റിമെമ്പർ, ദിസ് ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അസറ്റിക് ആസിഡ്. അപ്പൊ ഈ ഗ്രാഫ് എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കുക. സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ലാംഡ നോട്ട് കണ്ടുപിടിക്കാം, വീക്ക് ഇലക്ട്രോലൈറ്റിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. യു സീ ദ ഗ്രാഫ് മൂവിങ് ലൈക്ക് ദാറ്റ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കോളറാഷ്യസ് ലോയിലൂടെയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഗ്രാഫ് വരച്ചതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 2 മാർക്ക് കിട്ടേ. അടുത്ത ചോദ്യം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ 1.1 കാൽക്കുലേറ്റ്. ഇതിപ്പോ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് H2O2 പറഞ്ഞല്ലോ. ഇതാ കിടക്കുന്നു പ്രോബ്ലം. ഹിയർ വി ഹാവ് എ പ്രോബ്ലം. Lambda not for NaCl, HCl, NaAC are available. 3 data. What is lambda not for acetic acid? എങ്ങനെ കണ്ടുപിടിക്കാം? Lambda not for acetic acid equal to lambda not for CH3COO minus plus lambda not for H plus. ശരിയല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്.
This can be obtained. This can be obtained by taking lambda naught for NaCl, lambda naught for HCl plus lambda naught for CS3COONA minus lambda naught for NaCl. How? What is the justification? നോക്കൂ, നമുക്ക് H പ്ലസ് വേണം, അത് ഇവിടുന്ന് കിട്ടും. നമുക്ക് ഇത് വേണം, അത് ഇവിടുന്ന് കിട്ടും. And there is something extra that can be subtracted. So H പ്ലസ് ഈ വാല്യൂവിൽ നിന്ന് കിട്ടും, അസറ്റേറ്റ് ഈ വാല്യൂവിൽ നിന്ന് കിട്ടും, NaCl സബ്ട്രാക്ട് ചെയ്യാം. And do that mathematically. NaCl ന്റെ വാല്യൂ 126.4. HCl ന്റെ വാല്യൂ 425.9 പ്ലസ് അസറ്റേറ്റിന്റെ വാല്യൂ 91. This is the answer. So it is 425.9 91 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 515 സംതിങ് അല്ലെ, 515 റേഞ്ചിലായി, 516 റേഞ്ചിലായി. അതിൽ നിന്ന് 126 സബ്ട്രാക്ട് ചെയ്യാം. 516 നിന്ന് 100 പോയാൽ 416, ഒരു 390 റേഞ്ചിൽ ആൻസർ ലാൻഡ് ചെയ്യാൻ സാധിക്കും. വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. മറന്നു പോയിട്ടുണ്ടോ എന്ന് മാത്രം ഒന്ന് ഉറപ്പിച്ചാൽ മതി. ഓക്കെ, ഫൈൻ. അപ്ലിക്കേഷൻ ഓഫ് കോളറേഷ്യസ് ലോ. അപ്പൊ കോളറേഷ്യസ് ലോ നന്നായിട്ട് നോക്കിക്കോളൂ, അതിന്റെ അപ്ലിക്കേഷനും നോക്കിക്കോളൂ, അതിന്റെ ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തോളൂ. അടുത്തത് സ്റ്റേറ്റ് കോളറേഷ്യസ് ലോ, വീണ്ടും അത് തന്നെ. അടുത്തത് charge of 1 mole electron is called 1 Faraday. 1 mole ഇലക്ട്രോണിന്റെ ചാർജ് ആണ് എന്ത്? 1 Faraday. That is 96,500 coulombs. പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, റൈറ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കൊറോഷൻ? കൊറോഷൻ എന്ന് വെച്ചാൽ എന്താ? കൊറോഷൻ, ഇറ്റ് ഈസ് ഡിക്കേയിങ് ഓഫ് ദി എലമെന്റ് അല്ലെ. ഒരു മെറ്റല് ഡിഗ്രേഡഡ് ആയി പോവുക, ഒരു മെറ്റല് ഓക്സൈഡ് ആയിട്ട് മാറുക, അതാണ് കൊറോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അയേൺ ഓക്സൈഡ് ആയിട്ട് മാറുക, കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറുക. എ നാച്ചുറൽ ഡിസ്ട്രക്ഷൻ ഹാപ്പനിങ് ഡ്യൂ ടു നാച്ചുറൽ ഫിനോമിനൻ വിച്ച് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ്, റിസൾട്ട് ഓഫ് ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ് ഹാപ്പനിങ് ഓൺ ദ സർഫസ് ഓഫ് ദി മെറ്റൽ. ദെർബൈ നാച്ചുറലി ഒരു മെറ്റല് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന, മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ കൊറോഷൻ എന്ന് പറയുന്നു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ റസ്റ്റിംഗ് ഓഫ് അയൺ. 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ആ മെക്കാനിസം എടുത്തു വെച്ചിട്ട് പറയണം. ഒരു മെക്കാനിസം നേരത്തെ പറഞ്ഞു, നമ്മൾ നോക്കിയിരുന്നു. കൊറോഷന്റെ ആ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെക്കാനിസം ഈ ഭാഗം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നോക്കൂ, ഇതൊരു അയണിന്റെ മെറ്റൽ സർഫസ് ആണ്. ആ അയണിന്റെ മെറ്റൽ സർഫസിൽ ഇവിടെ ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നു, ഇവിടെ കാത്തോഡായിട്ട് വർക്ക് ചെയ്യുന്നു. ആനോഡ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നു, Fe2+ ആയിട്ട് മാറി, അത് Fe3+ ആയിട്ടും ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. ഈ 2 ഇലക്ട്രോൺ യൂസ് ചെയ്ത് ഓക്സിജൻ H2O ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ അറ്റ് ഓക്സിഡേഷൻ അറ്റ് ആനോഡ് ആൻഡ് റിഡക്ഷൻ അറ്റ് കാത്തോഡ് റീജിയൻ. ദിസ് ഈസ് ആനോഡ് റിയാക്ഷൻ, അയൺ കൺവേർട്ടഡ് ടു Fe2+. This is cathode reaction, O2 converted to H2O, and this is overall reaction. ഇതെല്ലാം ഒന്ന് എഴുതി പഠിക്കുക, ഇൻക്ലൂഡിങ് മെക്കാനിസം. അപ്പൊ റഫായിട്ട് ആ ഡയഗ്രാം വരയ്ക്കുക, ആ മെക്കാനിസം ഒക്കെ ഒന്ന് എഴുതുക, ആ ഓവറോൾ റിയാക്ഷനും എഴുതുക. അതുപോലെ തന്നെ മറക്കാണ്ട് നോക്കണം പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. അത് പരീക്ഷയ്ക്ക് ആവശ്യം വരും കേട്ടോ, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. റൈറ്റ്. The law that can be used to determine limiting molar, already പറഞ്ഞു കഴിഞ്ഞു, Coloratius law of independent migration of ions. അടുത്തത് galvanic cell which are used to convert energy of combustion of fuels like hydrogen, methane, fuel cells. Next, explain construction and working. കണ്ടോ, explain construction and working of fuel cell. അപ്പൊ ആ ഡയഗ്രാം ലേബൽ ചെയ്ത് ഒന്ന് വരച്ച് പഠിക്കുക, റിയാക്ഷൻസും എഴുതുക. അത് സ്പെസിഫിക് ആയിട്ട് ചെയ്യണം. ചിത്രം വരയ്ക്കുക, അത് മാർക്ക് ചെയ്യുന്ന കൃത്യമായിട്ട് കാണിക്കുക. ആനോഡ് റിയാക്ഷൻ എഴുതുക, കാത്തോഡ് റിയാക്ഷൻ എഴുതുക, ആനോഡ് കാത്തോഡ് മാർക്ക് ചെയ്യുക, ഓവറോൾ റിയാക്ഷൻ എഴുതുക.
റൈറ്റ് 2 മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് മെറ്റൽ. മെറ്റൽ കൊറോഷൻ തടഞ്ഞു നിർത്താൻ ആൽക്കലൈൻ സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത്, പെയിന്റ് അടിക്കുന്നത്, ഗാൽവനൈസേഷൻ, സിങ്ക് വെച്ച് കോട്ട് ചെയ്യുന്നത്, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, കുറെ മെത്തേഡ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. 2 മെത്തേഡ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, give 2 methods. Point out advantage of fuel cell over other galvanic cell. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു മറ്റ് ഗാൽവനിക് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂവൽ സെല്ലിന് എഫിഷ്യൻസി കൂടുതലാണ്, പിന്നെ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ ഫ്രീ ആണ്. റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം. A galvanic cell represented by this. Identify anode, cathode, above cell and write Nernst. എന്താ സംശയം? This is anode and this is cathode. What is the reaction? Mg converted to Mg2 plus. ഇത് solid ആണ്. And 2Ag plus converted to 2Ag. ഇത് solid ആണ്. This is aqueous. ഇതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേൺസ്റ്റ് ഇക്വേഷൻ അത് എഴുതണം. എങ്ങനെ എഴുതാം? ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 2.303 ആർ ടി ബൈ എൻ എഫ്. ഇവിടെ എൻ 2 ആണ് കേട്ടോ. 2 into എഫ് ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ്. ഇതാണ് പ്രോഡക്റ്റ് സൈഡിൽ. ഇറ്റ് ഈസ് Mg2 പ്ലസ് ഡിവൈഡഡ് ബൈ സോളിഡ്സ് വേണ്ട കേട്ടോ, സോളിഡ്സ് വേണ്ട, ഡിവൈഡഡ് ബൈ Ag പ്ലസ് കോൺസെൻട്രേഷൻ. സ്ക്വയർ ഇടാൻ മറന്നാൽ ആൻസർ മാർക്ക് പോവും. സ്ക്വയർ ഇടാൻ മറന്നാൽ മാർക്ക് പോവും. പലപ്പോഴും നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതാണോ ഇതാണോ, പ്ലസ് ആണോ മൈനസ് ആണോ, മുകളിലാണോ താഴെയാണോ, അല്ലെ ലോഗിന്റെ അവിടെയൊക്കെ എഴുതുമ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യാം. പ്രശ്നമുണ്ടെങ്കിൽ, അല്ല കോൺഫിഡന്റ് ആണെങ്കിൽ നോ പ്രോബ്ലം. വെരി സിമ്പിൾ ആസ്പെക്ട്. അടുത്തത് ഡാനിയൽ സെൽ represented by this. Write a Nernst equation for Daniel cell. ഇപ്പൊ എഴുതിയ അതേപോലെ തന്നെ, ഇപ്പൊ എഴുതിയ അതേപോലെ. E cell is equal to E cell is equal to E naught cell minus 2.303 RT by ഇവിടെയും 2 ആണ് കേട്ടോ. 2 into F log product by reactant, that is Zn2 plus concentration divided by Cu2 plus concentration. Write an Nernst equation. അപ്പൊ ഇക്വേഷൻ മാത്രം എഴുതിയ, വേറെ ഒന്നും പറഞ്ഞില്ല. എത്ര മാർക്ക്? ഒരൊറ്റ മാർക്കേ ഉള്ളൂ. അടുത്തത് കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ സൊല്യൂഷൻ KCl is 0.024. ഗ്രാം ഒന്നും ഇല്ല കേട്ടോ, സീമെൻസ് പെർ സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ഫോർമുല? മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ ലാംഡ എം ഈക്വൽ ടു കാപ്പ 1000 ബൈ മൊളാരിറ്റി അല്ലെ. കാപ്പ എത്രയാ? 0.024 ഇൻറ്റു 1000. കോൺസെൻട്രേഷൻ എത്രയാ? 0.2. കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ ഫിഗർ ഔട്ട് ചെയ്യാം. എന്ത് വരും? 0.024. It is 0.24 by 2. That is 0.14 into 1000 ചെയ്യുമ്പോൾ എത്രയുടെ വരിക? 120 എന്ന ആൻസർ കിട്ടും. വർക്ക്ഔട്ട് ചെയ്തോളൂ. ഈ ഗ്രാഫ് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ഇപ്പൊ നമ്മൾ വരച്ച് പഠിച്ചതേ ഉള്ളൂ. ഈ ഗ്രാഫ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ 1 and 2. 1 എന്താണ്? 2 എന്താണ്? 1 is strong electrolyte, example KCl. 2 is weak electrolyte, example acetic acid. What does lambda naught indicate? എവിടെ lambda naught? This is limiting molar conductance. Molar conductance at infinite dilution called limiting molar conductance. Suggest a method to determine lambda naught for electrolyte. Electrolyte 2. Electrolyte 2-ന് lambda naught എങ്ങനെ കണ്ടുപിടിക്കാം? As an application of Polaracio's law. If we know the lambda naught for the related ions, we can get a lambda naught for the particular weak electrolyte. നമ്മൾ നേരത്തെ അസറ്റിക് ആസിഡിന്റെ ചെയ്ത അതേപോലെ HCl വാല്യൂ പ്ലസ് സോഡിയം അസറ്റേറ്റ് വാല്യൂ മൈനസ് NaCl based on Polaracio's law, application of Polaracio's law ചെയ്തില്ലേ? ആ മെത്തേഡ് അതാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. സോ ഏതാനും ചോദ്യങ്ങളിലൂടെ 2 ചാപ്റ്ററിലെ
പ്രധാനപ്പെട്ട ഒഴിവാക്കാനാവാത്ത ഏരിയകൾ ഏതൊക്കെയാണ്, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭാഗം ഏതാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ചാപ്റ്ററിന്റെ വേറൊരു ഡിസ്കഷനുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.